ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് ബസൂക്ക ടീസർ, മൈ ഒപ്പീനിയൻ, ബസൂക്ക മൂവിയുടെ ടീസറിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മമ്മൂക്ക, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ബസൂക്ക എന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ പുറത്തുവിട്ടു. ഞാൻ കാണുമ്പോൾ ഏകദേശം 3 മില്യൺ വ്യൂസും കടന്ന് യൂട്യൂബിൽ ട്രെൻഡിങ് നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ് ബസൂക്ക ടീസർ എന്നത്. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആദ്യം കാണുമ്പോൾ തന്നെ വളരെ ഇമ്പ്രസ്സായെന്ന് പറയാം. അത്ര മനോഹരമായ ഒരു ടീസറാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്ന ഡീനോ ഡെന്നീസാണ് ഇതിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ് ഡീനോ ഡെന്നീസ്. അപ്പോൾ വളരെ മനോഹരമായ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് നിമിഷ് രവിയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, എനിക്ക് വളരെ ഇമ്പ്രസ് ആയിട്ട് തോന്നി ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദന്. അദ്ദേഹത്തിൻ്റെ BGM, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ആ എൻട്രിക്ക്, ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ആ കാറിൽ നിന്ന് വരുന്ന ആ ഒരു എൻട്രി, അത് അപ്പോൾ കിട്ടിയ ആ ഒരു BGM, അപ്പോഴുള്ള ആ ഒരു BGMഉം എല്ലാം കൂടെ ആയപ്പോഴേക്കും നമുക്കൊരു ഗൂസ് ബംസ് ആ ഒരു ലെവലിലേക്കാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. മിഥുൻ മുകുന്ദനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹം അബ്രഹാം ഓസ്ലറിൽ മമ്മൂട്ടിക്ക് നല്ലൊരു BGM കൊടുത്താണ്. അപ്പോൾ അതിലെ വെല്ലുന്ന ലെവലിലൊരു BGM ആണ് ഇതിൽ കാണുവാനായിട്ട് സാധിച്ചത്. ആകെ മൊത്തത്തിൽ പടം പൊളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയേറെ എക്സ്പെക്റ്റേഷനാണ് ഈ ഒരു ഒറ്റ ടീസർ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയത്. മറ്റ് കഥാപാത്രങ്ങളെ നോക്കുമ്പോൾ ഗൗതം വാസുദേവമേനോനുണ്ട്, മമ്മൂക്ക, ഗൗതം വാസുദേവമേനോന്. അതിൽ എടുത്തു പറയേണ്ട പ്രത്യേകിച്ച് ആ ഒരു ഡയലോഗ്, ടീസറിൻ്റെ അവസാനം, ടീസർ കണ്ടവർക്കറിയാലോ, ടീസറിൻ്റെ അവസാനം ഗൗതം വാസുദേവമേനോൻ മമ്മൂക്കയോട് പറയുന്നൊരു ഡയലോഗ്, ഈ കഥയിലെ എന്താണ് നിങ്ങളുടെ റോളെന്ന് പറയുമ്പോൾ, നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ബായി എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു. മമ്മൂക്ക തിരിച്ച് മറുപടി കൊടുക്കുന്നു. ശരിക്കും തൻ്റെ കരിയറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവിടെ, ഡയലോഗാണ് അവിടെ പറയുന്നത്. നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ബായി എന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പടത്തിന് പോയി പടം, വേറെ വേറെ കോൺസെപ്റ്റ്, വേറെ വേറെ ജോണർ ചെയ്ത് വ്യത്യസ്തമായ റോളുകളിലൂടെ എല്ലാ പടങ്ങളും ഒന്നിനൊന്നിനും മികച്ചതായിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം. ഇവിടെ എന്തും പോകും, പ്രമേയം പോകും, ടെർബോ പോകും, ആക്ഷൻ വേണോ ആക്ഷൻ പോകും, മാസ് വേണോ മാസ് പോകും, ക്ലാസ് വേണോ ക്ലാസ് പോകും എന്ന് പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള ജോണറുകളും അദ്ദേഹം ചെയ്യുന്നു. എല്ലാ തരത്തിലുള്ള റോളുകളും അദ്ദേഹം ചെയ്യുന്നു. ഒന്നിനൊന്നിന് സിനിമകളിലൂടെ നമ്മളെ അദ്ദേഹം ഞെട്ടിക്കുകയാണ് അദ്ദേഹം തൻ്റെ 73-ാമത്തെ വയസ്സിൽ. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിനും അദ്ദേഹത്തെ ഇങ്ങനെ എന്താ പറയുന്നത്, ഓരോരോ വ്യത്യസ്തമായ റോളുകൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ബസൂക്ക ഏതായാലും ടീസർ കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ആക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വളരെ മനോഹരമായൊരു ടീസറാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ആദ്യം കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടീസർ. ഡീനോ ഡെന്നീസ് എന്തൊക്കെയോ പടത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അല്ല, അടിപൊളി BGMഉം ഗൂംസ് ബോംസ് BGMഉം മമ്മൂക്കയുടെ സ്റ്റൈലിഷ് എൻട്രിയും എല്ലാം കൂടെ. ലുക്ക് തന്നെ അടിപൊളിയായിട്ടുണ്ട്. താടിയൊക്കെ വെച്ച് നല്ല കിടു ലുക്കിലാണ് അദ്ദേഹം മമ്മൂക്ക. പടത്തിന് പടം, സിനിമയ്ക്ക് പോയി സിനിമ, നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാനടൻ്റെ അടുത്ത വിസ്മയം, അതായത് നമ്മളെ വിസ്മയിപ്പിക്കാൻ വീണ്ടും ബസൂക്കയായിട്ട് വരികയാണ്. നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.